ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് സ്കൂളില്ല. സോ നമുക്ക് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് സ്കൂളിൽ ഫ്രഷേഴ്സ് ഡേ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസിലൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ പ്രാക്ടീസ് സെക്ഷനൊക്കെ വെക്കാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് റിനാസ് ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്കാവുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നത്തെ ഡേ. പിന്നെ ആണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തൊട്ടിട്ട് മിഡ് ടേം എക്സാം തുടങ്ങുകയാണ് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്നാണ് പരിപാടി എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് എടുത്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ സ്കിൻ കെയറിൻ്റെ പെട്ടിയാണ്. കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഒരു രസം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോംബോ, ചപ്പാത്തിയും ചിക്കൻ കറിയും. എനിക്ക് ഈ പത്തിരിയും ചിക്കൻ കറിയിട്ടിനെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരാനായിട്ട് നിന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾ വരുമ്പോഴത്തേനും പണികളൊക്കെ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചൊരിയിട്ട് ഒരു പഴം തിന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു. അപ്പോഴേക്കും റിനാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് മാത്സാണ് പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷേ പകുതി എത്തിയുള്ളൂ ഗൈസ്. കാരണം അവൾ വരുമ്പോഴത്തേനും ലേറ്റായി. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവൾ കുറച്ചും കൂടെ മാത്സിൽ പുലിയാണ്. എനിക്കാണെങ്കിൽ മാത്സ് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് കൂടുതലും മാത്സ് അവൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ റിനാസ് ഒന്ന് പൊങ്ങും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പറ്റുന്നിടത്തോളം കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കസിനും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഡാൻസിനെന്ന്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇവിടുന്ന് റിൻഷൻ്റെ വീടിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ റിൻഷിനെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയിട്ട് ബസ്സിന് അങ്ങോട്ട് പോയി. അപ്പോൾ ബസ് ഇറങ്ങിയിട്ടും അവളുടെ വീട്ടിലോട്ട് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയിട്ട് കുറച്ച് കത്തിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ അങ്ങ് നടന്നു. കുറച്ച് ഉള്ളിലേക്കുള്ള വഴിയായിരുന്നു ഗൈസ്. നല്ല ഇടുക്ക് വഴിയൊക്കെ ആയിരുന്നു. വേറെ നല്ലൊരു റോഡുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചും കൂടെ അധികം നടക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ പോയത്. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് റിഫയുടെ വീട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം 5:30 ആയിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇതാണ് ഗൈസ് ഫിത്തിനെ പ്രത്യേകം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സാമാണ്. സോ അത് കൂടാതെ നമുക്ക് നാളെ ബോട്ടണി യൂണിറ്റ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂണിറ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. കാരണം എന്തായിരുന്നു, ഐ തിങ്ക് സാറ് ലീവായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കിട്ടി. അവിടെ നമ്മൾ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും ഒരു ആശ്വാസമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചവ്വരി വെച്ചിട്ടായിരുന്നു കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ നമ്മളിവിടെ ചവ്വരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് നമ്മളൊരു ഡിഫറെൻറ്റ് രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തു ആദ്യം. എന്നിട്ടാണ് നമ്മൾ അതിലോട്ട് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ പാലടൊക്കെ കുടിക്കുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാണാനും അതുപോലൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രി ചപ്പാത്തിയും അതേപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് മേ ബി അത് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ കഴിക്കുന്നുണ്ടാവും. എനിക്കാണെങ്കിൽ ദോശയും ചപ്പാത്തിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ 3 നേരം അതന്നെ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുഞ്ഞൊരു സ്കിൻ കെയർ പരിപാടി വെറുതെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ്. സോ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന്
അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ ഒരു റോസ്മേരി വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക ബേഗൊക്കെ ആയിട്ട് ചേച്ചിമാർ വരില്ലേ, അങ്ങനെ ഒരു ചേച്ചിയുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇതിന് എത്രയാണ് 250 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ആയത് വാങ്ങണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വാങ്ങിയതാണ്. കഴിയിട്ട് അങ്ങനെ മാറ്റമെന്ന് പറയാനായിട്ടൊന്നുമില്ല, കുപ്പി ഇപ്പോൾ കഴിയാറായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്.